ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എവർഗ്രീൻ സ്വാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അപർണ വിവേക്കുമാർ. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കുറച്ച് പേഴ്സണൽ തിരക്കുകളൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി സ്ട്രീറ്റ് ഫുഡ്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ മോമോസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ കോവിഡിന്റെ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയല്ലേ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പുതിയ പുതിയ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ മോമോസ് ഷീറ്റ് റെഡിയാക്കി എടുക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം അതിനായിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ചപ്പാത്തി മാവിന് റെഡിയാക്കണേ അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാം. 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഈ മാവൊന്ന് അടച്ചു വെക്കാം. അപ്പം അതിനായിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. പെട്ടെന്ന് മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ഒരു 200 ഗ്രാം ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം അതിലേക്ക്. അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒപ്പം ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മോമോസിന് ആവശ്യമുള്ള ചിക്കൻ സ്റ്റഫിങ് റെഡിയായി. ഇനി നമുക്ക് മാവ് പാകത്തിന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പരത്താൻ ഉദ്ദേശിക്കുന്ന പ്രതലത്തിൽ അല്പം മൈദ ഇട്ട് കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. മൈദ ആയതുകൊണ്ട് വല്ലാതെ ഒട്ടിപ്പിടിക്കും. അപ്പം അതിനായിട്ട് ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ചപ്പാത്തി മാവ് നമ്മൾ പരത്തണ പോലെ തന്നെ ചെറിയൊരു ഉരുളി എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടില്ല. അത് തന്നെയല്ല, എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാനായിട്ട് നമ്മൾ ഇത് വേറൊരു പാത്രമോ ചെറിയ എന്തെങ്കിലും വട്ടത്തിലുള്ള പാത്രം എന്തെങ്കിലും വെച്ചിട്ട് പയ്യെ പ്രസ് ചെയ്ത് മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരേ അളവിലുള്ള മോമോസ് ഷീറ്റുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം തിന്നായിട്ടുള്ള മോമോസ് ഷീറ്റുകളാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അതുപോലെ റെഡിയാക്കി എടുക്കുന്ന ഷീറ്റുകളും നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് അത് ഉണങ്ങി പോവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരടപ്പം എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ അളവിലുള്ള ഒരേപോലത്തെ ഷീറ്റുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് മോമോസിന്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഓരോ ഷീറ്റിലേക്ക് നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ സ്റ്റഫിങ് എടുത്ത് വെച്ചിട്ട് സൈഡ് സാരിക്ക് ഞൊറിവെടുക്കണ പോലെ ഇങ്ങനെ ഞൊറിവെടുത്തെടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സാധാരണ ഞാൻ കീ ഷേപ്പിലുള്ള മോമോസാണ് ഇപ്പൊ റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ ഇപ്പം മുകൾ ഭാഗം ലോക്ക് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഓപ്പൺ ആയിട്ട് വെക്കാവുന്നതാണ്. അങ്ങനത്തെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഒരു മോമോസ് റെഡിയാക്കി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മോമോസും റെഡിയാക്കി വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോണത്. ആവിയിൽ വേവിക്കാനായിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇത് മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും.
പരസ്പരം ഒട്ടാതിരിക്കാനോ ഒന്നും തൊടാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാനിവിടെ മുഴുവൻ മോമോസും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഒരു 20 മിനിറ്റിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അടച്ചു വെച്ച് 20 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. മോമോസൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും വെച്ച് വേവിച്ചെടുക്കാം. മോമോസിന്റെ കൂടെ എപ്പോഴും നമ്മൾ കിട്ടുന്നത് ഈ റെഡ് ചട്നിയാണ്. അപ്പൊ അതിന്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. നല്ല ചൂടുള്ള മോമോസ് ഈ നല്ല എരിവുള്ള റെഡ് ചട്നിയിൽ മുക്കി കഴിക്കാനാണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ്. അത് റെഡ് ചട്നിയുടെ റെസിപ്പിയും ഞാൻ അടുത്ത് തന്നെ ഷെയർ ചെയ്യാം നിങ്ങളായിട്ട്. അപ്പോൾ ഈ മോമോസ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പുറത്തു പോയി ഇത് കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് മോമോസ്. അപ്പൊ കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ മോന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മോമോസ്. അപ്പൊ കണ്ടില്ലേ, അവന് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഇനിയും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിലൂടെ വീണ്ടും കാണാം.